ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ, അതായത് ഹോസ്പിറ്റൽ കേസൊക്കെ പോലത്തെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നാൽ നമുക്കിപ്പോൾ ഒരു പാസ് ഉണ്ട്, ഈ കർഫ്യൂ പാസ്, ഓൺലൈൻ പാസ്സാണത്. ആ പാസ് പൂരിപ്പിച്ച് കൊടുത്താൽ മതി, ആ സബ്മിറ്റ് ചെയ്താൽ മതി. ആ പാസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരിട്ട് ആ പാസിലേക്ക് പോകും. അല്ലെങ്കിൽ ഞാൻ ക്രോമോ ഗൂഗിളോ എന്തോ എടുത്ത് നമുക്ക് സെർച്ച് ചെയ്താലും മതി. ഞാനിപ്പോൾ സെർച്ച് ചെയ്യുകയാണ്, pass.bsafe.kerala.government.in എന്ന് കാണുന്ന ഒന്നാണ് എമർജൻസി പാസ്. അപ്പോൾ നമുക്കിപ്പോൾ അധിക പേർക്കും എഫിഡവിറ്റ് ആയിരിക്കും ആവശ്യം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എഫിഡവിറ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഹോസ്പിറ്റൽ കേസും പിന്നെ ഒരാൾ മരണ വീട്ടിലൊക്കെ പോകണമെങ്കിലൊക്കെ എഫിഡവിറ്റിൽ പെടും. അത്യാവശ്യ ഘട്ടങ്ങളിലാണ് നമ്മൾ ഈ പാസ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പുറത്തിറങ്ങരുത്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ നമുക്ക് നെയിം, നമ്മുടെ പേരടിച്ചു കൊടുക്കാം. പിന്നെ ഏജ്, നമ്മുടെ വയസ്സ്, അഡ്രസ്സ്, വെഹിക്കിൾ നമ്പർ, പിന്നെ സെലക്ട് വെഹിക്കിൾ ടൈപ്പ്. നമ്മുടെ 4 വീലർ കാറാണെങ്കിൽ 4 വീലറിന് ക്ലിക്ക് ചെയ്യാം. കോ പാസഞ്ചർ നെയിം, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുടെ പേര്. പിന്നെ ഫ്രം, നമ്മൾ യാത്ര പുറപ്പെടുന്ന സ്ഥലം. ടു, എവിടേക്കാണ് പോകുന്നത്. ട്രാവൽ ഡേറ്റ്, നമ്മൾ യാത്ര പുറപ്പെടുന്ന തീയതി, സമയം, ടൈം. പർപ്പസ്, നമ്മൾ എന്തിനാണ് പോകുന്നത്. ഹോസ്പിറ്റൽ കേസാണെങ്കിൽ ഹോസ്പിറ്റൽ കേസിന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ മരിച്ച വീട്ടിലേക്കാണെങ്കിൽ അങ്ങനെ. എന്താ നമ്മുടെ അത്യാവശ്യ ഘട്ടം, എന്താ നമ്മുടെ ആവശ്യം, അതാണ് പർപ്പസിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ റിട്ടേൺ ഡേറ്റ്, നമ്മൾ തിരിച്ചെത്തുന്ന തീയതി, റിട്ടേൺ ടൈം, നമ്മൾ തിരിച്ചെത്തുന്ന സമയം, മൊബൈൽ നമ്പർ +91 എന്ന് ആഡ് ചെയ്യേണ്ട നമ്മുടെ 10 അക്ക നമ്പർ, ഇന്ത്യൻ നമ്പർ അടിച്ചു കൊടുക്കാം. പ്ലേസ്, നമ്മുടെ സ്ഥലം ഇവിടെ അടിച്ചു കൊടുക്കാം. ചൂസ് ഫയൽ, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒരു സിഗ്നേച്ചർ, നമ്മുടെ ഒപ്പ് നമ്മൾ ഒരു പേപ്പറിലോ മറ്റോ എഴുതി ഫോട്ടോ എടുത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂസ് ഫയൽ, സിഗ്നേച്ചർ വന്നിട്ടുണ്ട്. സെലക്ട് ഏരിയ, നമ്മുടെ ഏരിയ, ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയാണ്, അപ്പോൾ കണ്ണൂരിൽ നിന്ന് കൊടുക്കുകയാണ്. ഐ ആം നോട്ട് എ റോബോട്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. പിന്നെ സബ്മിറ്റ് എന്ന് കാണുന്നുണ്ട്, അപ്പോൾ സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് സബ്മിറ്റ് ആകും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യാം. പക്ഷേ ഇഷ്ടപ്പെടാത്ത കാരണം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ബോധിപ്പിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.